ഞാൻ തിരിച്ചു വന്നപ്പോ ആളുമില്ല. ഞാൻ ആ എടുത്ത ബാഗും മാറിപ്പോയി. അമ്മ എത്ര നേരം നിക്കുമെന്ന് പറഞ്ഞില്ല അമ്മ എന്റെ അടുത്ത് പോവാനും പറഞ്ഞു. ഇല്ല, എടുത്ത ബാഗും മാറി. എങ്ങനെയുണ്ട് ഇന്നത്തെ ആഹാരം എന്താണെന്ന് കണ്ടോ? ദോശ ആൻഡ് റെഡ് ചട്നി. അമ്മയ്ക്ക് എന്ന് വരെ കൈ റെഡിയാകുന്നില്ല അന്ന് വരെ ഞാൻ പട്ടിണിയാണ് മോനെ, പട്ടിണി. അമ്മ ഓൾറെഡി കടയിൽ പോയിട്ടുണ്ട്. അപ്പൊ അമ്മേനെ അവിടെ പോയി പിക്കപ്പ് ചെയ്തിട്ട് ആർമി ഹോസ്പിറ്റലിൽ കൊണ്ട് വിടണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അമ്മയുടെ കൈ എന്ന് വരെ റെഡി ആവുന്നില്ല അതുവരെ എന്റെ വയറ് റെഡി ആകത്തില്ല. അതുകൊണ്ടാണ് അമ്മ ഓൾറെഡി അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ, അച്ചാർ ഞാൻ ചോറ് കണക്ക് കഴിക്കുന്ന കൂട്ടത്തില്ല. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ മുളകിനും ഒരു അച്ചാർ തന്നെ എടുത്തേനെ. വെറുതെ എന്തായാലും തന്നെ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് കടയിലോട്ട് പോകാം. ഓൾറെഡി 12 മണി ആറായി. ഞാൻ ലേറ്റ് ആയെന്നോലും എനിക്ക് അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അറിയാം അമ്മയുടെ വായന കേൾക്കില്ല. അമ്മ എവിടെ തയ്യലിന്റെ കടയിലാണ്. അമ്മയ്ക്ക് പോകണ്ട എന്തുവാണ് ചെയ്യുന്നത്? കൊടുക്കുന്ന പണിയാണ്. അകത്താരും മൈൻഡ് പോലും ചെയ്തില്ല. എന്നാലും പുറത്ത് വെയിറ്റ് ചെയ്യാം. അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഞാനാണ്. ഇപ്പൊ അമ്മ ഇവിടെ നിന്നിട്ട് സർബത്ത് മേടിച്ച് തരണം പറഞ്ഞ് കൊള്ളാൻ പോലെ കട. അപ്പൊ ഹോസ്പിറ്റലിൽ പോകണ്ടേ? അമ്മൂമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കോഫിനെ ഇതിനകത്ത് കൊണ്ടുവരാനല്ല അമ്മേട്. എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. സ്ഥിരം പ്രേക്ഷകനാണ് എൻ്റെ വീഡിയോക്കകത്ത്. അവൻ്റെ മുടി പോയോണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് കാണും. ഇറങ്ങമ്മേ, പോണം. നമുക്ക് സ്കൂട്ടി പോവാം. ബൈക്ക് കയറത്തില്ല. വേറെ കാര്യം ഭയങ്കര വെയിലാണെന്ന് അറിയാം. എന്താ താക്കോല് തട്ടി വീഴുമല്ലേ. അമ്മ പോവാണല്ലേ? ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. എന്ത് അമ്മ 1 മണിക്കൂർ വരുക, 2 മണിക്കൂർ വരുക, 5 മണിക്കൂർ വരുന്ന പറയാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ നോക്കും. ആളെങ്ങനെയാണെന്ന് നോക്കേണ്ടത്? വേണ്ട, അഭിനയിച്ചു പോകുന്ന വേണ്ട. അമ്മ 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ എനിക്കിവിടെ ഇരിക്കാം, അമ്മ എപ്പോ വരുമെന്ന് ഊഹിച്ചോണ്ടിരിക്കാം. സാറിന് 1 മണി, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ പോവും. അമ്മയ്ക്ക് വലുതായിട്ട് തോന്നത്തില്ല സമയം. പക്ഷെ എനിക്ക് നല്ലതായിട്ട് സമയം തോന്നി. വണ്ടിയുടെ മുഖത്ത് കുത്തിയിരിക്കുമല്ലോ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ പോവാം. പിന്നെ അമ്മ ബസ് പിടിച്ചു വന്നു. റിട്ടയർ ഒക്കെ ആയിക്കഴിഞ്ഞ ഡിഫൻസിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ആലപ്പുഴയിൽ ഇവിടെ വരുന്നത്. ബോർഡ് കണ്ട അവിടെ. എന്താ കരയുന്നത്? എന്ത് പറ്റി? ആരെങ്കിലും ഇട്ടിട്ട് പോയാ? മുഖത്ത് വരുന്ന താഴത്തിനും കേട്ടുന്നു. എന്റെ വാല് വെച്ച് പിടിച്ചില്ല. ഇവന്റെ തീട്ടമായിരിക്കും കയ്യിൽ. വെറും ഫ്രോഡാണ് നീ, വെറും ഫ്രോഡ്. വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ വന്നപ്പോ ചോറ് മാത്രമല്ല ആഹാരത്തിൽ. കുറെ മീനില്ല, എന്ത് ചെയ്യാണ് ചോറ് കഴിക്കേണ്ടി. ഇത് മാങ്ങയുടെ അച്ചാറാണ്. ഇത് കുറച്ച് മീനിന്റെ കറിയാ. അത് മേടിച്ചതാ. അല്ലായിരുന്നു മേടിച്ചെങ്കിൽ അറ്റ്ലീസ്റ്റ് JMB കുറച്ച് ഏറെ മേടിക്കാൻ മേൽ. എന്റെ ഒരു മീൻ അതും കഴിപ്പിക്കുന്നില്ല. കാത്തു നിൽക്കാതെ അങ്ങനെ പറയരുത് കേട്ടാ. ഞാൻ കുറച്ചേരം കാത്തു നിന്നിട്ടാ പോയത്. ഞാൻ തിരിച്ചു വന്നപ്പോ ആളുമില്ല. ഞാൻ ആ എടുത്ത ബാഗും മാറിപ്പോയി. അമ്മ എത്ര നേരം നിക്കുമെന്ന് പറഞ്ഞില്ല അമ്മ എന്റെ അടുത്ത് പോവാനും പറഞ്ഞു. ഇല്ല, എടുത്ത ബാഗും മാറിപ്പോയി. ബസ് ഫെയർ പോലും ഇല്ല. ഇതിപ്പോ എല്ലാം എന്റെ മുന്നേ. ഞാൻ അവിടെ കുറച്ചേരം നിന്ന് അതിനുള്ള വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല. ആരാടെ തുമ്മ സൈഡിൽ ഇരുന്നിട്ട് ഫിസിയോതെറാപ്പി പറയാൻ പറ്റും. താമസമില്ല, ഉടനെ പോരാൻ പറ്റുവാ? പിന്നെ എനിക്കറിയത്തില്ല എപ്പോഴാ പോകുന്നത്. ഒന്നും അറിയണ്ടേ? അമ്മ പറഞ്ഞില്ലല്ലോ. അമ്മ എങ്ങനെ പറയാൻ പറ്റും? അമ്മ പറയാൻ പറ്റത്തില്ല. അമ്മയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് അമ്മ പോസ്റ്റാ. അവിടെ അവര് നല്ല ഹെവി പോസ്റ്റാണ്. ബൾബ് എടുത്ത് നല്ല അത്രയ്ക്ക് കത്ത് നിൽക്കില്ല അവിടെ. അത്രയ്ക്ക് നിർത്തുക അവിടെ ഇട്ട്. ക്ഷമയില്ല. 1-2 മണിക്കൂർ ആ നേരത്തെ പൊള്ളി ഇരിക്കാല. ഫിസിയോതെറാപ്പിയുടെ അവര് പറഞ്ഞത് മോൻ ഒരു നേരം കാത്തുപോലും. അയ്യോ, അവരുടെ പോലെ വിളിച്ചു ഉറങ്ങാനുണ്ട്. അത് എഡിറ്റ് ചെയ്ത് താമസാന്ന് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞവരോട്. ഉറങ്ങാനുണ്ട്. ഞാൻ വന്നിട്ട് കുറച്ചു നേരം ഉറങ്ങി. ഇപ്പൊ വന്നിട്ടില്ല, ഉറക്കം തീർന്നിട്ടില്ല. മോന് ഫുള്ള് ഉറക്കം, മോന് ഫുള്ള് റെസ്റ്റ്. അമ്മ മാത്രം ജോലി. അമ്മ പാതിരാത്രി 4 മണിയൊക്കെ ആയിട്ടാ കിടക്കുന്നത് കേട്ടാ. 4 മണി വരെ നീ എന്തിനു ബാക്കിയുള്ള സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കളയുന്നില്ല. ഞാൻ പ്രയത്നിക്കുവാണ്. ഫുള്ള് ഉറങ്ങുവാണ്. ഒരാഴ്ചത്തേക്ക് അമ്മ ഒറ്റക്കല്ലേ? അമ്മ പറഞ്ഞല്ലേ അമ്മ പകുതി ഉള്ള പൊട്ട വാഷിംഗ് മെഷീൻ മേടിച്ചത്. സ്വന്തമായിട്ട് അമ്മ പൊട്ട വാഷിംഗ് മെഷീൻ മേടിച്ചില്ലായിരുന്നെങ്കിലേ അപ്പോഴത്തെ പൈസ എത്രയുള്ള ഒരു പൊട്ട വാഷിംഗ് മെഷീൻ മേടിച്ചു കേട്ടാ. പകുതി ആയിട്ടുള്ളത്. ചുറ്റുമായിട്ട് 2-3 മണിക്കൂർ നിന്നാൽ മാത്രമേ അത് കഴുകി തരത്തുള്ളൂ. അല്ലെങ്കിൽ അത് കഴുകി കിട്ടത്തില്ല. ഈ കാലത്ത് ഒരു പൊട്ട വാഷിംഗ് മെഷീൻ. അർജുനമ്പിയുടെ ഡ്രസ്സാണ് ഇതൊന്ന് കഴുകി നടക്കേല. നമ്മൾ കുറച്ച് പ്രയത്നിക്കണേ. ശരി, അത് ഷേവി ഇപ്പൊ തൽക്കാലം. അയ്യോ ഷേവി എല്ലാം കഴി വരുന്നത്. ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുവാണ്. ഓൾറെഡി ഒരാഴ്ച റെസ്റ്റ് ആയിരുന്നല്ല. എന്നിട്ട് ഇനി റെസ്റ്റ് അല്ല ചെല്ല്. ഞാനിനി പഴങ്കല്ലി ആക്കിക്ക്. എനിക്ക് ആയിരിക്കും നല്ലത്. മുളക് പഴങ്കല്ലി ആക്കിക്കാം. ഇനി പ്രയത്നിക്കണ്ട. അത് ഞാൻ മനസ്സിലാക്കി. ശരിയല്ല. കുഞ്ഞിന് ശമ്പളം കയറുമ്പോ നമുക്ക് ആഹാരം പുറത്തുനിന്ന് കഴിക്കാം. ഓ ആണോ? അയ്യോ ശരിയാ.
കറി മേടിച്ചിട്ട് വന്നല്ലേ? ഒരാൾ കൂട്ടാളെ കറി പോലില്ലേ അതിനകത്ത്? അമ്മ എന്നോട്ട് ആഹാരം കുറഞ്ഞ അന്നോട്ട് ഞാൻ ചോറ് കൂടുതൽ കഴിക്കുക. ആ ഗതികേടില്ല. നല്ലിക്കണ്ട, എനിക്ക് ചോറ് ഞാൻ കഴിക്കാറൊന്നുമില്ല കേട്ടാ. ഒരു പണി ചെയ്യാം, കുഞ്ഞിന് ഇന്ന് വൈകിട്ട് പുട്ടുണ്ടാക്കാം. എനിക്ക് പുട്ടും വേണ്ട ചോറും വേണ്ട. നേരെ പോലെ മത്തി മേടിച്ചിട്ട് വന്നാ മതി. മത്തി മാത്രം 5 നിന്നോളാം ഞാൻ. ചപ്പാത്തി പാക്കറ്റ് വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് എനിക്ക് ചോറ് ചോറ് നിർത്തിയോ കുഞ്ഞ് സബ്ജി ഉണ്ടായിക്കോ. മമ്മിക്ക് 1 വീക്ക് ഒന്നും ചെയ്യത്തില്ല മോനെ. 1 വീക്ക് ആയിരുന്നു. ശരി, ഓക്കെ, ബൈ. അപ്പം മെയിൻ ആയിട്ട് 3 സാധനം വേണ്ട. ഒരു ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, ഒരു ഡിഷ് വാഷർ, ഒരു ഡ്രയർ എന്തായാലും വേണം. അല്ലെങ്കിൽ ഇവിടെ മഴയാണ് കേരളത്തിൽ. അല്ലെങ്കിൽ പിന്നെ തുണി പുറത്തിനും തുണി അകത്തിനും, തുണി പുറത്തിനും തുണി അകത്തിനും. അപ്പോൾ അതൊന്നും പറ്റത്തില്ല. സമയമില്ല ചേട്ടൻ. ഇത്ര സമയമൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്. അതുകൊണ്ടാണ് കേട്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് 3 കൂടിയോ, ഇത് 1 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തും എന്തായാലും. ഡിഷ് വാഷർ ഡിഷ് വാഷർ നല്ല തുകയാണ്. ഒപ്പിക്കണം പോലെ അല്ലെ ഈ പണി ഫുള്ള് എൻ്റെ തലയിരിക്കും. ആൾക്കാർക്ക് കൊടുക്കുന്ന പൈസ മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മേടിക്കായിരുന്നു. ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കുറയ്ക്കണം തോന്നുന്നത്. ഇതൊരു ഗുഡ് ഡിസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബാർബർ ഒരു ബാഡ് ഡിസിഷൻ ആക്കി തരും. എന്തായാലും നോക്കാം. മുടി വെട്ടാൻ പോവാണ് ഞാൻ. കാക്കയല്ല വന്നിട്ടുള്ള കഴിക്കാൻ. അച്ഛൻ കൊടുക്കാത്ത ഫുൾ ആൾക്കാർ വരുന്നതാണ്. ഞാൻ എൻ്റെ വക്കത്തോടി പോകാൻ നേരത്ത് അമ്മമാരെല്ലാം കൂടി ഓടിക്കളയും. ഞാൻ മാറിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ റാഞ്ചി വേണ്ടി നിനക്ക്. അപ്പോൾ ഞാൻ എന്തായാലും മുടി വെട്ടില്ല കേട്ടോ. അവിടെ കുറേ ആൾക്കാരുണ്ടെന്ന് ഞാൻ വെട്ടിയില്ല. നിങ്ങൾ പറ, ഞാൻ മുടി വെട്ടത്തില്ല. മോസ്റ്റ്ലി മുടി കുളമായിട്ടിരിക്കുന്നത് ഞാൻ എന്താണ് ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞിട്ടാണ്. എന്താണ് എൻ്റെ മടി വന്നിരിക്കുന്നത്. ഏതപ്പോൾ നമ്മൾ പിന്നെ ഒരു ഡ്രസ്സ് നോക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് എനിക്ക് ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെയും എനിക്ക് തോന്നുന്നില്ല കടയിൽ നിന്ന് കിട്ടുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഓപ്പണായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പോവുകയാണ് പിന്നെയും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് അടുത്തായിട്ടൊരു കടയുണ്ട്, അവിടെ പോയിട്ട് കൂടി നോക്കാമെന്ന് പറയുന്നു. നമുക്ക് നോക്കാം ഏതപ്പം പോവാം. നമുക്ക് തുണി കിട്ടുമോ കിട്ടത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാലും നമ്മൾ മടി പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. മുന്നത്തിലല്ലേ വന്നത് മുടി ഞാൻ ഓടിക്കുന്നത്. ഏതൊക്കെ ഡ്രസ്സ് ഞാൻ നോക്കി, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ അമ്മയായിട്ട് വരേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ കുറേ മേടിച്ചോണ്ട് പോയിട്ടൊന്നും ഇടുന്നില്ല. അപ്പോൾ ആ മെനക്കേട് ഇനി കൊണ്ടുവരാതിരിക്കാൻ ഞാൻ പുള്ളിയായിട്ട് വന്നില്ലെങ്കിൽ തലവേനയായിരിക്കും. ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഫൈനലി കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഞാനെന്തായാലും എടുത്തിട്ടില്ല. ഞാൻ നോക്കട്ടെ, അമ്മയായിട്ട് വരാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കിയിട്ട് വരാം, അല്ലെങ്കിൽ എന്തായാലും ആയിരിക്കും. ഞാൻ വീട്ടിലെത്തി. അമ്മ വീട്ടിലുണ്ട്, ദേ വരുന്നുണ്ട്. ഓ അമ്മേ പോകാന്നോ? സീരിയസ് ആയിട്ട് പോകാനോ? മെഡിക്കലിന്റെ അവിടെ കട കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് പറഞ്ഞോണ്ടിരിക്കുവാണോ? 8:40 10 മണി വരെ ഉള്ളു കട. പോയി നോക്കിയിട്ട് വല്ല എടുക്കണം. അല്ലെങ്കിൽ ഞാൻ ആൾക്കാർക്ക് പൈസ കൊടുത്ത് തീർക്കുന്നതിന് മുമ്പ് വല്ല പൈസ എനിക്ക് കാണണം. ബാക്കി ഞാൻ ഡ്രസ്സ് മേടിക്കണം. കൊടുത്തു തീർക്കാനുള്ള പൈസ ഞാൻ കൊടുത്തു തീർത്തെന്ന് തോന്നുന്നു. ആ പോകുന്നേ പോണം. അയ്യോ, ഇപ്പൊ ആഹാരം ഉണ്ടാ? എന്തുവാ ചപ്പാത്തി? എന്ത് ആണാ? എന്തുവാ ചപ്പാത്തിയുടെ ഉള്ളത് ചൂട് കൊണ്ട്? ഇപ്പൊ എന്ത് നിലവിലുള്ള? ഇന്നും പട്നിയാ, അതാണ് ഉദ്ദേശിക്കുന്നത്. ചപ്പാത്തി ഉണ്ടെന്നും പറയുന്നത് ആടാ വെറുതെ ചവച്ച് തിന്നെ. എന്താ? അയ്യോ, കവി ഉണ്ടായിരുന്നേ ഇവിടെ? അമ്മ കവി ഉണ്ടായിരുന്ന അമ്മ? അയ്യോ, ഇത് ഊരി കേൾക്കാൻ വീഡിയോ വെട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയപ്പോ 1.5 ലക്ഷത്തിന് ചിലവായിരുന്നു. അണ്ണാ നീ അച്ഛനെ വേദിരിക്കുന്ന ഡേയ് ഇങ്ങോട്ട് നോക്കടാ, പൊക്കത്തോട്ട് നോക്കടാ. അതൊക്കെ അയ്യോ, അവന് തോന്നുന്നത് നോക്കത്തുള്ള. ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ മഴ പെയ്യാമ പോകാൻ പറ്റും തോന്നില്ല. എന്നെ കയറുന്നത് മഴ പെയ്ത് എന്റെ പറ്റുമല്ലേ? ഒരുങ്ങാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അവിടെ മേടിക്കുന്നു പറഞ്ഞ് പോകരുത്. പക്ഷെ മഴ പെയ്ത് എന്റെ പറ്റുവാണ്. പിന്നെ അങ്ങനെ ഇന്നലെ ആഹാരം ഉണ്ടാ? അമ്മയുടെ കൈക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് മുട്ട ഉണ്ടാക്കി, പിന്നെ അമ്മ റൊട്ടി ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാനിത് കഴിക്കട്ടെ മോനെ, എനിക്ക് വയ്യോ, ഒടുക്കത്തെ ചൂട്. അതിനകത്ത് ഞാൻ കഴിക്കട്ടെ പ്ലീസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്.